റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിന്റെ രസതന്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ തുല്യതാ പഠിതാക്കൾക്കും സ്വാഗതം. Resonance, the study spot. നമ്മുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ചെയ്യാത്തവർ ചെയ്യുക. നമ്മുടെ ചാനലിൽ തുല്യതയുടെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരികയാണ്. എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ രസതന്ത്രത്തിൻ്റെ ആസിഡ് ആൽക്കലി ലവണങ്ങൾ ലായനികൾ കൊളോയിഡുകൾ എന്ന മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് പറയുന്നത് നോക്കാലോ. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. അപ്പം നമ്മൾ ലായനികളുടെ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. മൊളാരിറ്റി പറഞ്ഞു, ലായനിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി പറയുന്ന പോയിന്റ് എന്താണ്? എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ ലായനികളും ഒരു മിശ്രിതമാണ്, അല്ലെങ്കിൽ മിശ്രിതങ്ങളാണ് എന്നാണ് പറയുന്നത്. ഈ മിശ്രിതങ്ങൾ തന്നെ രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണത്? ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ എന്താണ് ഒറ്റ, അതായത് അതിൻ്റെ ഏതൊരു ഭാഗത്തുനിന്ന് നോക്കിയാലും അതിന് ഒരേ അളവുള്ള ഘടകങ്ങളായിരിക്കും അതിൽ കാണപ്പെടുന്നത്. അതാണ് ഏകാത്മക മിശ്രിതങ്ങൾ. മിശ്രിതങ്ങൾ ഏകാത്മക മിശ്രിതങ്ങളോ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങളോ. ഭിന്നാത്മകം എന്ന് പറഞ്ഞാൽ പല പോലെ ആയിരിക്കും അത് കാണപ്പെടുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏകാത്മക മിശ്രിതങ്ങളുടെ ഒരു ഉദാഹരണം എന്താണ് കൊടുത്തിരിക്കുന്നത്? പഞ്ചസാര ലായനി. ഇപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതൊരു ഭാഗത്തു നിന്ന് നമ്മൾ എടുത്ത് വായിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരേ ടേസ്റ്റാണ് കിട്ടുക. എന്നാൽ ചളിവെള്ളത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലോ, ചളിവെള്ളം നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പല ഭാഗത്തും പല പോലെയാണ്, അതിൻ്റെ കളറൊക്കെ എന്താണ് കാണപ്പെടുക എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതാണ് ഭിന്നാത്മക മിശ്രിതം. മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. മിശ്രിതങ്ങൾ ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും ഉണ്ട്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് യഥാർത്ഥ ലായനി എന്തൊക്കെയാണ്, കൊളോയിഡ് എന്തൊക്കെയാണ്, സസ്പെൻഷൻ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ കൊളോയിഡിൻ്റെ കാര്യമാണ് പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യഥാർത്ഥ ലായനിയുടെ കാര്യവും സസ്പെൻഷൻ്റെ കാര്യവും പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ യഥാർത്ഥ ലായനീൻ്റെ കേസിൽ, അതായത് ലായനി നമ്മൾ പഠിച്ചല്ലോ, ലായകവും ലീനവും ചേർന്നുള്ള ലായനിയുടെ കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം ആ ലായനീൻ്റെ കൊളോയിഡിൻ്റെയും സസ്പെൻഷൻ്റെയും കുറച്ച് ഗുണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്ത് വേണം നമ്മൾ എന്ത് പഠിക്കാൻ, ഇവരുടെ പോയിന്റുകൾ പഠിച്ചു വെക്കാൻ. എന്തായാലും നിർബന്ധമായിട്ടും ഈ പാഠത്തുനിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ബോക്സ് ഇതേപോലെ പഠിച്ചു പോയാൽ എന്താണ്, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കണികകളുടെ വലിപ്പം, ആ ഒരു ഗുണം മൂന്നാളുടെ കേസിൽ എങ്ങനെയാണെന്നാ പറയുന്നത്. യഥാർത്ഥ ലായനിക്ക് കണങ്ങളുടെ വലിപ്പം തീരെ കുറവാണ്. അപ്പം ഏറ്റവും കുറവാർക്കായിരിക്കും? യഥാർത്ഥ ലായനിക്കായിരിക്കും. കൊളോയിഡിനോ അല്പം കൂടി വലിയ ലീന കണങ്ങളാണ്. അതായത് യഥാർത്ഥ ലായനിനെക്കാട്ടും കുറച്ചും കൂടെ വലിയതായിരിക്കും ആർക്ക്? കൊളോയിഡിനുള്ളത്. ഇനി സസ്പെൻഷന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? കണികകളുടെ വലിപ്പം കൂടുതലാണ്. സസ്പെൻഷനിൽ കണികകളുടെ വലിപ്പം എന്തായിരിക്കും? കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? യഥാർത്ഥ ലായനിയിൽ ഏറ്റവും കുറവ്, പിന്നെ കൊളോയിഡിൽ കുറച്ചുകൂടി വലിപ്പമുള്ളത്, സസ്പെൻഷനിൽ കണികകൾ എന്താണ്? വലിയ വലിപ്പമുള്ളതായിരിക്കും. ഇനി പ്രകാശപാതയുടെ രീതി എങ്ങനെയായിരിക്കും ഈ യഥാർത്ഥ ലായനിയിൽ അല്ലെങ്കിൽ കൊളോയിഡിൽ, സസ്പെൻഷനിൽ എന്നാണ് നോക്കുന്നത്. പ്രകാശപാതയുടെ രീതി, അതായത് നമ്മളിപ്പോൾ ഒരു ടോർച്ച് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചം കടത്തി വിടുകയാണെങ്കിൽ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. യഥാർത്ഥ ലായനിയുടെ കേസിൽ പ്രകാശത്തെ വിസരിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പം യഥാർത്ഥ ലായനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രകാശത്തെ കടത്തിവിടാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കൊളോയിഡിന്റെ കേസിലാണെങ്കിൽ എന്താണ്? പ്രകാശത്തെ വിസരിപ്പിക്കുന്നുണ്ട്. സസ്പെൻഷനിലും എന്ത് നടക്കുന്നുണ്ട്? പ്രകാശത്തെ അങ്ങോട്ട് കടത്തിവിടുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ. ഇപ്പോൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ
യഥാർത്ഥ ലായനിയുടെ കേസിൽ എന്തായിരിക്കും? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് വേർതിരിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഫിൽറ്റർ വേറെ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും തന്നെ നമുക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്നില്ല. കൊളോയിഡിൻ്റെ കേസിലാണെങ്കിൽ കണികകളെ സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ച് വേർതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സസ്പെൻഷനിലാണെങ്കിലോ സസ്പെൻഷനിൽ പറ്റും. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പദാർത്ഥങ്ങളുടെ കേസിലാണെങ്കിൽ പദാർത്ഥങ്ങൾ അടിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ലായനിയിൽ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അടിയുന്നില്ല. നമ്മൾ പറഞ്ഞു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് എന്താണ് നമുക്ക് അത് കിട്ടുന്നില്ല. അപ്പം പദാർത്ഥങ്ങൾ അടിയുണ്ടാവോ? ഇല്ല. കൊളോയിഡിൻ്റെ കേസിൽ എന്താണ്? അതിലും അടിയുന്നില്ല. പക്ഷേ സസ്പെൻഷനിൽ എന്താണ് നടക്കുന്നത്? പദാർത്ഥങ്ങൾ അടിയുന്നുണ്ട്. അപ്പം മൂന്നിലും നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക? അപ്പം യഥാർത്ഥ ലായനിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അടുത്ത പേജിലെ ചിത്രം നോക്കുക നമുക്ക്. ഉപ്പ് വെള്ളം, അതായത് ഉപ്പും വെള്ളവും കൂടി കൂടിയൊരു മിശ്രിതം, അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചറിൽ. രണ്ടാമത്തേത് എന്താണ്? പാലും വെള്ളവും കൂടി ചേർന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതോ ചോക്കുപൊടിയും വെള്ളവും കൂടി ചേർന്നിട്ടുള്ളൊരു മിശ്രിതമാണ്. അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. ഫസ്റ്റത്തേത് കൊടുത്തത് യഥാർത്ഥ ലായനിയാണ്, അതാരാണ്? ഉപ്പുവെള്ളം. രണ്ടാമത്തേത് കൊടുത്തത് കൊളോയിഡാണ്, പാലും വെള്ളവും കൂടി ചേർന്നത്. മൂന്നാമത്തേത് ആരാണ്? സസ്പെൻഷൻ, ചോക്കും വെള്ളവും കൂടി ചേർന്നത്, ചോക്കുപൊടിയും വെള്ളവും കൂടി ചേർന്നത്. അപ്പം ഇതിലെന്താണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ പ്രകാശം കടത്തിവിടുകയാണെങ്കിൽ ആ ചിത്രങ്ങൾ നോക്കൂ, പ്രകാശ വിസരണം എങ്ങനെയാണെന്ന്. ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പം ലായനിയിലാണെങ്കിൽ പ്രകാശം കടത്തിവിടില്ല, കൊളോയിഡിലാണെങ്കിൽ കടത്തിവിടും, സസ്പെൻഷനിലാണെങ്കിലും കടത്തിവിടും. പദാർത്ഥം അടിയുന്ന കേസാണെങ്കിൽ ഏതിലാണ്? ലായനിയിൽ പദാർത്ഥം അടിയൂല, കൊളോയിഡിലും അടിയില്ല, സസ്പെൻഷനിലാണെങ്കിൽ അടിയും. പിന്നെ എന്താണ് പറയുന്നത്? പിന്നത്തെ പോയിന്റ് എന്താണ്? ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കുമ്പോൾ എന്താണ്? യഥാർത്ഥ ലായനിയിലും കൊളോയിഡിലും വേർതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ സസ്പെൻഷനിൽ നമുക്ക് ഫിൽറ്റർ പേപ്പറിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. കണികകളുടെ വലിപ്പം നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ലായനിയിലാണ് ഏറ്റവും കുറവ്, കൊളോയിഡിലും സസ്പെൻഷനിലും കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പം കൊളോയിഡ്, സസ്പെൻഷൻ, ലായനി എന്നീ മൂന്ന് ആൾക്കാരുടെയും എന്ത് പഠിച്ചു? ഗുണങ്ങളും പഠിച്ചു, ഉദാഹരണങ്ങളും പഠിച്ചു. അപ്പം അത് മറന്നു പോകരുത്. യഥാർത്ഥ ലായനിക്ക് ഉദാഹരണമാണ് NaCl+H2, അതായത് ഉപ്പുവെള്ളം. കൊളോയിഡിന് എക്സാമ്പിളാണ് പാലും വെള്ളവും കൂടി ചേർന്നത്. സസ്പെൻഷന് എക്സാമ്പിളാണ് ആര്? ചോക്കുപൊടിയും വെള്ളം കൂടി ചേർന്ന മിശ്രിതം കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? കൊളോയിഡുകളുടെ ലീനകണികകളുടെ വലിപ്പം യഥാർത്ഥ ലായനിക്കും സസ്പെൻഷനും ഇടയിലായിരിക്കും. നമ്മൾ പഠിച്ചു അല്ലേ? ആ പോയിന്റ് നടുവിലായതുകൊണ്ട് നമ്മളത് അങ്ങനെ തന്നെയാണ് പഠിച്ചത്. ഇനി സാധാരണമായി അവയുടെ കണിക വലിപ്പം 1:100 നാനോമീറ്റർ ആയിരിക്കും. നാനോമീറ്റർ എന്താണെന്ന് നമുക്കറിയോ? പഠിക്കണ്ടേ? അടിയിൽ കൊടുത്തിട്ടുള്ള പെട്ടി നോക്കുക. സാധാരണയായി ആറ്റങ്ങൾ, തന്മാത്രകൾ തുടങ്ങിയ ചെറിയ കണങ്ങളെ അളക്കുന്ന യൂണിറ്റ് ആണ് ആര്? നാനോമീറ്റർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ശതകോടിയിലെ ഒരു അംശമാണ്. അതായത് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 നാനോമീറ്റർ ആണ്. ഓക്കെ, 10⁻⁻9 മീറ്റർ ആണ് നമ്മുടെ നാനോമീറ്റർ എന്നുള്ളത് നമ്മൾ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം നാം നിത്യേന കാണുന്ന കഞ്ഞിവെള്ളവും എന്താണെന്ന് പറയുന്നുണ്ട്? ഈ കൊളോയിഡിൻ്റെ ഒരു ഉദാഹരണമാണ്. അതായത് കഞ്ഞിവെള്ളം നമുക്കറിയാം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അടിഞ്ഞ് ആയിരിക്കും അല്ലേ നിൽക്കുന്നുണ്ടാവുക മുകളിൽ, അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കില്ല, കാണാൻ വേണ്ടി സാധിക്കാമെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി എല്ലാ കൊളോയിഡുകൾക്കും 2 പ്രധാന ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ? നമ്മൾ ലായനിയുടെ കേസിൽ ഇതേമാതിരി പഠിച്ചിട്ടുണ്ട്. ലീനവും ഉണ്ട്, ലായകവും ഉണ്ട് ലായനിക്ക്. അപ്പോൾ കൊളോയിഡിന് എന്തൊക്കെയാണുള്ളത്? പ്രധാന ഘടകങ്ങൾ. അതിനും 2 ഘടകങ്ങളാണുള്ളത് മെയിനായിട്ട്. ഒന്ന് ഡിസ്പേർഷൻ മീഡിയവും മറ്റേത് ഡിസ്പേഴ്സ്ഡ് ഫേസും. നമ്മൾ ലായനിയിൽ നമ്മുടെ ലായകം പറഞ്ഞ പോലെയാണ് നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീനം പറഞ്ഞ പോലെയാണ്. അപ്പം ഏതാണോ കൂടുതലുള്ളത് അതാണ് എന്ത്? ഡിസ്പേർഷൻ മീഡിയം. അധികവും വെള്ളവും മറ്റും ആയിരിക്കും ഡിസ്പേർഷൻ മീഡിയത്തിൽ വരിക. മറ്റേത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. ഇനി പറയുന്നത് എന്താണ്? ഇത്തരം ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ചേർന്നിട്ടുള്ള 8 തരം കൊളോയിഡുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം മെയിനായിട്ട് നമ്മുടെ ദ്രാവകം, വാതകം, ഖരം എന്നിങ്ങനെ 3 അവസ്ഥകളുണ്ട് അല്ലേ? അതിലും കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം?
തൽക്കാലം ഇത് വെച്ചിട്ട് മുന്നോട്ട് പഠിക്കാനുള്ളത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദ്രാവകവും ഖരവും വാതകവും ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളാണ് ഇതിൽ വരുന്നത്. അതിൽ മെയിൻ കൊളോയിഡുകൾക്ക് പഠിക്കാനുള്ളത് 8 ഉപവിഭാഗങ്ങളാണ്. എത്രയാണ്? 8 ഉപവിഭാഗങ്ങൾ. അപ്പോൾ 8 ഉപവിഭാഗവും എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ട് പോകണം. ആ ഒരു ബോക്സ് കണ്ടല്ലോ, ഒരു പട്ടിക. ഈ പട്ടിക പഠിച്ചു പോയാൽ നമുക്ക് എന്തായാലും എന്ത് കിട്ടും? ഒരു മാർക്ക് കിട്ടിയിരിക്കും. അപ്പം എന്താണ് നോക്കുക, വിവിധ തരം കൊളോയിഡുകളുടെ പേരെന്തൊക്കെയാണ്, അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും ആരൊക്കെയാണ്, അതിന് എന്തൊക്കെയാണ് ഉദാഹരണങ്ങളെന്ന് കൂടി നമ്മൾ പഠിച്ചിട്ട് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൊളോയിഡിൻ്റെ പേരുകളൊന്ന് നോക്കിക്കേ, 8 പേരുകളൊന്ന് നോക്കിക്കേ. സോളിഡ് സോൾ, ജെൽ, സോളിഡ് ഫോം, സോൾ, എമൽഷൻ, ഫോം, എയറോസോൾ, ലിക്വിഡ് എയറോസോൾ. അപ്പം 8 പേരുകളുണ്ട്. അപ്പം മറന്നും മാറിയും ഒന്നും പോകാൻ പാടില്ല. ഇതേപോലെ പഠിക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുക, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓർമ്മയിലുണ്ടാവുള്ളൂ. അപ്പം സോളിഡ് സോളിൻ്റെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലായിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നതും ഖരാവസ്ഥയിലായിരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ആര്? രത്നങ്ങൾ. പിന്നെ പറയുന്നത് ആരാ? ജെൽ എന്ന് പറഞ്ഞ കൊളോയിഡാണ്. അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നതും ഖരമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്താണ്? ദ്രാവകമാണ്. വെണ്ണ, ജാം, പാൽക്കട്ടി എന്നുള്ള ആൾക്കാരൊക്കെയാണ് അതിൻ്റെ പ്രധാന ഉദാഹരണങ്ങൾ. ഇനി സോളിഡ് ഫോം എന്ന കൊളോയിഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം എന്താണ്? ഖരാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്തായിരിക്കും? വാതകമായിരിക്കും. റബ്ബർ, മെത്ത എന്നിവയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. റബ്ബർ മെത്ത കേട്ടോ. ഇനി നോക്കുകയാണെങ്കിൽ നാലാമത്തേത് ആരാണ്? സോൾ എന്ന് പറയുന്ന കൊളോയിഡാണ്. അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം ദ്രാവകമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഖരമാണ്. എമൽഷൻ എന്ന സോളിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ആരാണ്? കഞ്ഞിവെള്ളമാണ്. എമൽഷൻ എന്ന് പറഞ്ഞ കൊളോയിഡ് എന്താണ്? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ദ്രാവകമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നതും ദ്രാവകമാണ്. 2 ദ്രാവകങ്ങൾ കൂടിയതാണ് എമൽഷൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ആരൊക്കെയാണ്? പാല്, പെയിൻറ് എന്നിവയാണ്. ഇനി ഫോമിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ദ്രാവകമായിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് വാതകമാണ്. രണ്ടും കൂടി കൂടിയാൽ എന്ത് വരുന്നത്? സോപ്പ് പത. സോപ്പ് പതയൊക്കെ നമുക്ക് നിത്യേന നമ്മൾ കാണുന്നതും നമുക്ക് അറിയുന്നതും ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. ഇനി 7ാമത്തെ കൊളോയിഡ് എന്ന് പറയുന്നത് എയറോസോൾ ആണ്. അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം ആരാണ്? വാതകമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഖരം എന്ന് പറഞ്ഞ ഖരാവസ്ഥയിലാണ് കാണുന്ന. അതിൻ്റെ എക്സാമ്പിൾ ആരൊക്കെയാണ്? പുക, പൊടിക്കാറ്റ് എന്നിവയാണ് എയറോസോളിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൊളോയിഡിൻ്റെ കേസ് അടുത്ത 8ാമത്തെ നോക്കുകയാണെങ്കിൽ ലിക്വിഡ് എയറോസോൾ ആണ് 8ാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് വാതകമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസോ ദ്രാവകമാണ്. അതിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ മൂടൽമഞ്ഞും കാർമേഘവും. അപ്പോൾ ഇത്രയും ഉദാഹരണങ്ങളും ഇത്രയും 8 കൊളോയിഡിൻ്റെ പേരുകളും അവരുടെ അവസ്ഥകളും, അതായത് ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേർഷൻ ഫേസും എന്ത് ചെയ്യാം? ഡിസ്പേഴ്സ്ഡ് ഫേസും എന്താണ്? മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കണം. എന്നാലേ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞത് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ ആൾക്കാരാണല്ലോ. ഇതിൽ ഒരാളെ മാത്രം നമ്മൾ വിട്ടിട്ടുണ്ട്. എന്താ? അതാരാണ്? 2 വാതകങ്ങൾ ചേർന്നാലുള്ള അവസ്ഥ ഇതിൽ പറഞ്ഞിട്ടില്ല അല്ലേ. 2 വാതകങ്ങൾ ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? 2 വാതകങ്ങൾ ചേർന്നാൽ ലായനിയാണെന്ന് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ നമ്മൾ അന്തരീക്ഷത്തിൻ്റെ കേസിൽ വാതകത്തിൻ്റെ കേസിൽ പറഞ്ഞപ്പം നമ്മൾ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് അത് ഒരിക്കലും എന്താണ്? കൊളോയിഡായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അപ്പം അതൊരു ലായനിയായിട്ടാണ് നിലനിൽക്കുന്നത്. 2 വാതകങ്ങൾ പരസ്പരം പൂർണ്ണമായി കലരുന്നതിനാൽ അവ ചേർന്ന് ഒരിക്കലും കൊളോയിഡ് രൂപപ്പെടുന്നില്ല. സോ അതൊരു കൊളോയിഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ടാണ് അത് വിട്ടത്. അല്ലെങ്കിൽ 3 ചേർന്നാലും 3 × 3 ചേർന്നാൽ 9 എണ്ണം കിട്ടണ്ടേ നമുക്ക് ഉപവിഭാഗങ്ങളായിട്ട്. ഇവിടെ 8 എണ്ണമല്ലേ ഉള്ളൂ. അപ്പം വാതകവും എന്താണ്? ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കണം. അത് ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതേപോലെ ഉത്തരം എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ. ഇനി പറയുന്നത് ഏതാണ്? ഒരു പരീക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ടെക്സ്റ്റിൽ കൊടുത്തതാണ്. അതായത് നമ്മൾ 50 ml ജലമെടുത്തിട്ട് അതിൽ 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ലയിപ്പിച്ച ശേഷം അതിൽ പ്രകാശബാധ കടത്തിവിടുക.
എന്നിട്ടോ അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അപ്പോൾ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? നമ്മുടെ സൾഫറിൻ്റെ സൾഫർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രകാശബാധ രൂപപ്പെടുന്നുണ്ട്. രാസപ്രവർത്തനത്തിൻ്റെ അവസാനം സൾഫർ സസ്പെൻഷൻ രൂപത്തിലാണ് അടിയുക എന്ന് കൂടി അതിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ സസ്പെൻഷനായിട്ടാണ് സൾഫറിനെ കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പറയുന്ന അടുത്ത ടോപ്പിക് എന്താണ്? കൊളോയിഡിൽ തന്നെ ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കൊളോയിഡിന് പ്രധാന ഗുണങ്ങളുണ്ട്. 2 പ്രധാന ഗുണങ്ങളുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. കൊളോയിഡുകളുടെ പ്രധാന ഗുണങ്ങൾ. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള 2 ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ടിൻഡൽ പ്രഭാവവും മറ്റേത് ഏതാണ്? ബ്രൗണിയൻ ചലനവും. ടിൻഡൽ പ്രഭാവവും പിന്നെ പറയുന്നത് ഏതാണ്? ബ്രൗണിയൻ ചലനം. കൊളോയിഡുകളുടെ പ്രധാന ഗുണങ്ങൾ: ഓടുകൊണ്ടോ ഓല കൊണ്ടോ മേഞ്ഞ കെട്ടിടങ്ങൾ വിടവുകളിലൂടെ ജനലിലൂടെയും മറ്റും പ്രകാശരശ്മികൾ കടന്നു വരുമ്പോൾ അവയുടെ പാതയിൽ പൊടിപടലങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണല്ലേ ഇവിടെ പറയുന്നത്. അതായത് പൊടി പിടിച്ച റൂമിലെയോ അല്ലെങ്കിൽ ചെറിയ അതായത് തിങ്ങി നിറഞ്ഞ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് പ്രകാശം, സൂര്യൻ്റെ രശ്മി വരുമ്പോഴുള്ള ലൈറ്റിനൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു പൊടിപടലങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു രശ്മിയിൽ പ്രകാശരശ്മിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് സംഭവിക്കുന്നത് പൊടിപടലങ്ങൾ പ്രകാശത്തെ വിസരിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പൊടിപടലങ്ങളിലെ കണിക വലിപ്പം കൊളോയിഡുകളുടേതിന് തുല്യമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രഭാവത്തിനെ പറയുന്ന പേരാണ് ടിൻഡൽ പ്രഭാവം. കൊളോയിഡൽ കണികകളിൽ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടിൻഡൽ പ്രഭാവം. അപ്പം അതിങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടും. അപ്പം എന്ത് ചെയ്യുക? അത് കൊളോയിഡിൻ്റെ ആ ഒരു ഗുണം പഠിച്ചു വെക്കുക, ടിൻഡൽ പ്രഭാവം. അടുത്ത ഗുണം ഏതാണ്? ബ്രൗണിയൻ ചലനം. ബ്രൗണിയൻ ചലനം എന്ന് പറയുന്നത് ഇതേപോലെ മറ്റൊരു ചലനമാണ്. അതായത് ക്രമരഹിതമായിട്ട് ചലിക്കുന്നതിനെയാണ് ബ്രൗണിയൻ ചലനം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണത്തിന് നമ്മളൊരു പരീക്ഷണം ചെയ്യുകയാണെങ്കിൽ, ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അതിൽ കുറച്ച് പൂമ്പൊടി വിതറുക. എന്നിട്ട് പാത്രം നമ്മൾ അനക്കാതെ വെക്കാം. അപ്പം എന്താണ് സംഭവിക്കുക? പൂമ്പൊടികൾ ക്രമരഹിതമായിട്ട് ചലിക്കും. ഇതിന് കാരണം എന്താണ്? ജലതന്മാത്രകളുടെ ചലനമാണ്. അപ്പം അതിനനുസൃതമായിട്ട് ജലത്തിന് മുകളിലുള്ള പൂമ്പൊടികളുടെ ക്രമരഹിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. ഇപ്പം രണ്ടും ക്രമരഹിതമായിട്ട് ചലിക്കുന്നുണ്ട്. ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് എന്ത്? ബ്രൗണിയൻ ചലനം. കൊളോയിഡുകളിൽ ഇത്തരത്തിലുള്ള ക്രമരഹിതമായിട്ടുള്ള ചലനത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രതിഭാസമാണെന്ത്? ബ്രൗണിയൻ ചലനം. ഇത് കണ്ടുപിടിച്ചത് ബ്രൗൺ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രൗണിയൻ എന്നതിന് പേര് നൽകിയതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പറയാൻ പോകുന്നത് കൊളോയിഡുകൾ നിത്യജീവിതത്തിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കൊളോയിഡിൻ്റെ ഉപയോഗം എവിടെയൊക്കെയാണ് വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പോവാ അല്ലേ? മനുഷ്യരക്തം നമുക്കറിയാം അല്ലേ? മനുഷ്യരക്തം, ബ്ലഡ്, അതെന്താണ്? അതൊരു കൊളോയിഡാണ്. ഒരു കൊളോയിഡിനെ അവശിഷ്ടപ്പെടുത്താൻ അനുയോജ്യമായ ഒരു ലവണം ചേർത്താൽ മതിയാവും. നമുക്ക് എന്താണ്? കൊളോയിഡിൽ ഒരു ലവണം ചേർത്താൽ അത് എന്താവും? അവശിഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു ചെറിയ മുറിവിൽ നമ്മൾ എന്താണ്? ഒരു ചെറിയ മുറിവിൽ നിന്നുള്ള രക്തസ്രാവം. അപ്പം നമുക്കൊരു മുറി പറ്റുകയാണെങ്കിൽ അവിടെ നടക്കുന്നുണ്ട്? രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഒരു ചെറിയ മുറി പറ്റിയാൽ അതിൽ രക്തസ്രാവം ഉണ്ടാവും. അപ്പം ഇത്തരം രക്തസ്രാവത്തെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വീര്യം കുറഞ്ഞ ഫെറിക് ക്ലോറൈഡ് ലായനിയാണ്. അപ്പം ഇത്തരം ആൾക്കാരെ ഉപയോഗിച്ച്, അതായത് വീര്യം കുറഞ്ഞ ലവണമായിട്ടുള്ള ഫെറിക് ക്ലോറൈഡിനെ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിർത്താൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം ഒരു കൊളോയിഡിനെ എന്ത് ചെയ്യുക? ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും? ലവണം ഉപയോഗിച്ചാൽ മതി എന്നാണ് അവിടെ പറയുന്നത്. അതായത് എല്ലാ കേസിലും അല്ല, ചില കേസിൽ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ രക്തസ്രാവത്തിൻ്റെ കേസിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഫെറിക് ക്ലോറൈഡ് ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെന്താണ്? മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മൾ
എന്ത് ചെയ്യുന്നുണ്ട്? ആ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തൈരിനെ പാലിനെ പിരിക്കുന്നുണ്ട് അല്ലെ, തൈരാക്കുന്നുണ്ട്. അതെന്താണ്? മറ്റൊരു ഉദാഹരണമാണ്, നമ്മുടെ കൊളോയിഡിലുള്ള മറ്റൊരു ഉദാഹരണമാണ് അത്. ഇനി അടുത്തത് പറയുന്നത്, അളവിൽ കൂടുതലുള്ള ലവണത്തിന്റെ സാന്നിധ്യം ഒരു കൊളോയിഡിന്റെ സ്ഥിരതയെ ബാധിക്കും. നമുക്കറിയാം അല്ലെ, അളവിൽ കൂടുതൽ ഒരു ലവണം ഉണ്ടെങ്കിൽ അതെന്താണ്? ആ ഒരു കൊളോയിഡിന്റെ സ്ഥിരതയെ അത് ബാധിക്കും. അപ്പൊ അത് മാറിപ്പോവും. കൊളോയിഡിന്റെ സ്ഥിരതയ്ക്കായി അധിക ലവണത്തെ നീക്കം ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ് ഡയാലിസിസ്. അപ്പൊ ഡയാലിസിസ് എന്ന് കേൾക്കാത്ത ആൾക്കാരുണ്ടോ? ഇല്ല അല്ലെ. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രക്രിയയാണെന്നാണ് പറയുന്നത്? കൊളോയിഡിന്റെ സ്ഥിരതയ്ക്കായി അധികമായിട്ടുള്ള ലവണത്തെ, അതായത് ഒരു കൊളോയിഡിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി, ബ്ലഡ് എന്ന് പറയുന്ന ആ കൊളോയിഡിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി അധിക ലവണത്തെ നീക്കം ചെയ്യുക. അപ്പൊ ബ്ലഡിൽ അധിക ലവണം കണ്ടാലാണ് എന്ത് സംഭവിക്കുക? ഇത് നമ്മൾ നടത്തേണ്ടി വരിക എന്ന് പറയുന്നത് കേട്ടോ. അധിക ലവണത്തെ നീക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ അധികമായിട്ട് ലവണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ വൃക്കയൊക്കെ കേടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പം അങ്ങനെ വേണം മനസ്സിലാക്കി വെക്കാൻ. രക്തത്തിന്റെ ശുദ്ധീകരണത്തിനും ഡയാലിസിസ് ഉപയോഗിക്കുന്നു. ഇപ്പൊ രക്തത്തിന്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഡയാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ. രക്തത്തിൽ ലവണത്തിന്റെ അളവ് കുറയ്ക്കാനാണിത്. ഇപ്പൊ രക്തത്തിൽ അധികമായിട്ട് ലവണം കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരിക. ഒക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണല്ലേ. ഇപ്പൊ പ്രായമായവരൊക്കെ ഉള്ള ചിലവർക്ക് എന്തായിരിക്കും, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. രക്തത്തിന്റെ ശുദ്ധീകരണത്തിന് ഡയാലിസിസ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. രക്തത്തിൽ ലവണത്തിന്റെ അളവ് കുറയ്ക്കാനാണ് ഇത് നടക്കുന്നത്. ശരീരത്തിൽ വൃക്കകളാണ് സാധാരണയായി രക്തം ശുദ്ധീകരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ശരീരത്തിൽ ആരാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? വൃക്കയാണ്. അപ്പൊ ശരീരത്തില് വൃക്കകളാണ് സാധാരണയായി രക്തം ശുദ്ധീകരിക്കുന്നത്. അപ്പൊ ആരാണ് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നത്? വൃക്കകളാണ്. വൃക്കകൾ തകരാറിലായാൽ എന്ത് സംഭവിക്കുന്നു? രക്തം ശുദ്ധീകരിക്കപ്പെടുന്നില്ല. രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പം ബ്ലഡിൽ കൂടുതൽ ലവണങ്ങൾ കൂടി ഇരുന്നിരിക്കും. അപ്പം ശുദ്ധീകരിക്കപ്പെടാതെ ഇരിക്കും. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? ഡയാലിസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. വൃക്കകൾ തകരാറിലാകുമ്പോൾ രക്തത്തിലെ ലവണത്തിന്റെ അളവ് കൂടുകയും അശുദ്ധമാവുകയും ചെയ്യുന്നു. ഈ അവസരത്തിലാണ് ഡയാലിസിസ് വേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത്രയേ ഉള്ളൂ ഡയാലിസിസിന്റെ കാര്യം. അപ്പം നമ്മൾ കൊളോയിഡ്, അതായത് മനുഷ്യരക്തം ഒരു കൊളോയിഡാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രക്രിയകൾ അതിൽ പറഞ്ഞു. പിന്നെ ലവണത്തിന്റെ അളവ് കൊളോയിഡിൽ കൂടുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഡയാലിസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ ചെയ്യുന്നു. മെയിനായിട്ട് നമ്മുടെ വൃക്കകൾ തകരാറിലാവുമ്പോഴാണ് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശുദ്ധീകരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം എന്ന് പറയുന്നത് വൃക്കകളാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പറയുന്ന അടുത്ത ഉപയോഗം, അതായത് അടുത്തൊരു കൊളോയിഡ് എന്ന് പറയുന്നത് പെയിന്റും ഒരു കൊളോയിഡാണെന്ന് മനസ്സിലാക്കി വെക്കണം. വീടുകളുടെ ഭിത്തിയിൽ പൂശാനായി നാം സാധാരണ ഉപയോഗിക്കുന്ന എമൽഷൻ പെയിന്റുകൾ എന്താണ്? കൊളോയിഡുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എമൽഷൻ എന്ന് പറഞ്ഞ അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ദ്രാവകമായിട്ട് വരുന്ന ആളാണ് എമൽഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ പെട്ടിക്കോളത്തിൽ പഠിച്ച കാര്യമാണ്. മറന്നുപോയവർ ഒന്നുകൂടെ ആ പെട്ടിക്കോളം എടുത്ത് പോയി നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിരുന്നു പെയിന്റ്. അപ്പോൾ പെയിന്റുകൾ എന്താണ്? കൊളോയിഡാണ്. അടുത്ത പറയുന്നത് എന്താണ്? ജലശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം. അശുദ്ധ ജലത്തിൽ കാണപ്പെടുന്ന അഴുക്ക് കൊളോയിഡൽ രൂപത്തിലുള്ള കണികകളാണ്. അപ്പം അശുദ്ധ ജലത്തിൽ കാണപ്പെടുന്ന അഴുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൊളോയിഡാണ്. അനുയോജ്യമായ ലവണങ്ങൾ ഉപയോഗിച്ച് കൊളോയിഡുകൾ അവിശുദ്ധപ്പെടുത്താൻ സാധിക്കുമല്ലോ. അതിനാൽ ചെളി കലർന്ന ജലം ശുദ്ധീകരിക്കുന്നത് ആലോ ഉപയോഗിക്കും. ആലത്തിന്റെ കാര്യം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ആലത്തിന്റെ ഫോർമുല, അതായത് രാസസൂത്രവും നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി മറന്നുപോയവർ ആലം എന്താണ്, അതിൻ്റെ രാസസൂത്രം എന്താണെന്ന് പോയി നോക്കിയിട്ട് കമൻ്റായിട്ട് പറയണം. ഓക്കെ.
അപ്പം അശുദ്ധ ജലത്തിൽ കാണപ്പെടുന്ന അഴുക്ക് കൊളോയിഡൽ രൂപത്തിലുള്ള കണികകളാണ്. അപ്പോൾ അതിൽ എന്താണ് അനുയോജ്യമായ ലവണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊളോയിഡുകൾ അവശുദ്ധപ്പെടുത്തുക. അതിനാൽ ചെളി കലർന്ന ശുദ്ധജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് പറയുന്നത് എന്താണ്, അന്തരീക്ഷ മലിനീകരണം തടയാൻ. അതായത് അന്തരീക്ഷത്തിൽ എന്ത് കാണുന്നുണ്ട്, ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ കാണുന്നുണ്ട്. എന്താ നോക്കാം. വിഷലിപ്തമായ പുകയും കാർബൺ തരികളും പൊടിപടലങ്ങളും വ്യാപിക്കുന്നത് തടയാൻ അവയെ അവിശുദ്ധപ്പെടുത്തിയാൽ മതിയാവും. അതറിയാം അല്ലേ. വൈദ്യുത മണ്ഡലത്തിന്റെ സഹായത്തോടെ ഇത് വേഗം സാധ്യമാകുമെന്നാണ് പറയുന്നത്. അപ്പം എന്തോ ഒരു ഉപകരണത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. കോട്രൽ പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്ന ഉപകരണം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് വൈദ്യുത മണ്ഡലത്തിന്റെ സഹായത്തോടെ കോട്രൽ പ്രസിപ്പിറ്റേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അന്തരീക്ഷത്തിലെ മലിനീകരണം നമുക്ക് നീക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക ഇത്തരത്തിലാണ് വിഷമുക്തമാക്കാറ്. അപ്പം വലിയ വലിയ ഫാക്ടറിയിൽ നിന്നും ബിൽഡിങ്ങിൽ നിന്നും ഒക്കെ മറ്റ് വരുന്ന പുകകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കോട്രൽ പ്രസിപ്പിറ്റേറ്റർ വെച്ചിട്ട് നമ്മൾ വിഷലിപ്തമാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മലിനീകരണം വരുന്നതും എന്തോ അവസ്ഥയാണെന്നാണ് പറയുന്നത്, ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി പറയുന്നത് കൊളോയിഡൽ മരുന്നുകളുടെ കാര്യമാണ്. ഇനി പറയുന്നത് കൊളോയിഡൽ രൂപത്തിൽ നൽകുന്ന മരുന്നുകൾ വളരെ വേഗം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പല ആന്റിബയോട്ടിക്കുകളും കൊളോയിഡൽ രൂപത്തിലാണ് നൽകുന്നത്. അപ്പോൾ ഇത്തരം കൊളോയിഡൽ മരുന്നുകൾ ഉപയോഗിക്കാത്ത ആൾക്കാർ വിരളമായിരിക്കും അല്ലേ. ഇപ്പം ഒരുപാട് പേർക്ക് നമുക്ക് നമ്മൾ കുടിച്ചിട്ടുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ അടുത്തിട്ട് മേടിച്ചിട്ട് അവിടെ അതേപോലെ കൊണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കൊളോയിഡൽ രൂപത്തിൽ നൽകുന്ന മരുന്നുകൾ എന്താണ്, വളരെ വേഗം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതാണ് പറയുക. അപ്പം അതെന്ത് ചെയ്യുക, നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് കുടിക്കുക, പ്രവർത്തിക്കുകയും പല ആൻറ്റിബയോട്ടിക്കുകൾ കൊളോയിഡൽ രൂപത്തിലാണ്. അപ്പം കൊളോയിഡിന് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടി, കൊളോയിഡൽ മരുന്ന് കിട്ടി, പിന്നെ അന്തരീക്ഷം മലിനീകരണപ്പെടുമ്പോൾ അത് ഒരു കൊളോയിഡൽ ഫോമിലാണെന്ന് കിട്ടി, പെയിൻറ്റുകൾ കൊളോയിഡൽ രൂപത്തിലാണെന്ന് കിട്ടി, ജലം മലിനപ്പെടുമ്പോഴും കൊളോയിഡൽ, അതായത് ജലത്തിലുണ്ടാകുന്ന അഴുക്കും കൊളോയിഡൽ രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. മനുഷ്യരക്തത്തിൽ മനുഷ്യരക്തം ഒരു കൊളോയിഡാണ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ കൊളോയിഡിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഇനി ലാസ്റ്റ് അവസാനമായിട്ട് പറയുന്നത് അഴിമുഖത്തെ തുരുത്ത് അല്ലെങ്കിൽ ഡെൽറ്റ. അതും എന്താണെന്ന് പറയുന്നത്, നദീജലം ഒരു കൊളോയിഡൽ ലായനിയായി പരിഗണിക്കാം. അപ്പോൾ നദീജലവും എന്താണ്, ഒരു കൊളോയിഡൽ ലായനിയാണെന്നാണ് പറയുന്നത്. നദീജലം സമുദ്രത്തിനടുത്ത് അഴിമുഖത്തെത്തുമ്പോൾ കടൽ ജലത്തിൽ ലയിച്ചിരിക്കുന്ന ധാരാളം ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ അവക്ഷിപ്തപ്പെടുകയും ഡെൽറ്റ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ നദീജലവും സമുദ്രവും കൂടി മിക്സ് ആകുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് അഴിമുഖത്തിലെ തുരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളും എന്താണ്, അവിടെയും കൊളോയിഡൽ ലായനിയാണ് ഉള്ളത്. നദീമുഖത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഡെൽറ്റയിൽ മണ്ണ് വളരെയധികം ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തികച്ചും ഫലഭൂയിഷ്ടമായിരിക്കും. അപ്പം ഒരുപാട് ലവണങ്ങൾ അടിഞ്ഞുകൂടെ ഒരു മണ്ണായിരിക്കും നമ്മുടെ ഈ ഡെൽറ്റേൻ്റെ അടുത്തുള്ളത് എന്നാണ് പറയുന്നത്. അതെന്താണ്, ഫലഭൂയിഷ്ടിയുള്ള മണ്ണും കൂടെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് കൊളോയിഡൽ ആൾക്കാരുടെ ഉദാഹരണങ്ങൾ, കൊളോയിഡ്സിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചില ഉപയോഗങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. മനുഷ്യരക്തത്തിൻ്റെ കേസിൽ, പിന്നെ അവിടെ നടക്കുന്ന ഡയാലിസിസ്, പെയിൻറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ജലശുദ്ധീകരണത്തിൽ, അന്തരീക്ഷ മലിനീകരണം തടയാൻ കൊളോയിഡുകൾ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അഴിമുഖത്ത് എന്ന് പറയുന്നത് എന്താണ്, അവിടെയും കൊളോയിഡ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ കൊളോയിഡിനെ പറ്റിയാണ് ലാസ്റ്റ് പറഞ്ഞത്. കൊളോയിഡിൻ്റെ പ്രധാന ഗുണങ്ങളായിട്ടുള്ള ടിൻഡൽ പ്രഭാവവും ബ്രൗണിയൻ ചലനവും നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ വിവിധതരം കൊളോയിഡുകളുടെ ഒരു പട്ടിക ഉണ്ട്. അതെന്തായാലും നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പട്ടികയാണ് നമ്മുടെ വിവിധതരം കൊളോയിഡുകളുടെ ആ ഒരു പേരും അതിൻ്റെ ഫേസിൻ്റെ പേരും ഒക്കെ. പിന്നെ ഈ ഒരു പട്ടികയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടത് ഈ ഒരു പട്ടികയും അടുത്ത ഈ ഒരു പട്ടികയാണ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും,
ഏകദേശം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും പോയി കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരോടും നമ്മുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് പറയുക. നമ്മുടെ ചാനലിൻ്റെ എന്ത് ചെയ്യുക, വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ എക്സാം അടുക്കാറായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ കൂടുക. മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. ബൈ.